ഒരു പ്രൊഡ്യൂസറാണ്. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് എന്താ ഞാൻ പറയാ, നമ്മളൊരു പ്രോജക്റ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെയാണ് അത് ഷോൾഡർ ചെയ്യേണ്ടത്, നമ്മൾ തന്നെയാണ് അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. അത് ഒരു നിയമമാണ്. പ്രൊഡ്യൂസേഴ്സിന് മാത്രമാണ് അവിടെ അതിന്റെ ഒരു പെയിൻ ഉണ്ടാവുക. ബാക്കി എല്ലാവരും എന്താ പറയാ, നമ്മളെ ഒന്നും ആ ഒരു ഫിനാൻഷ്യലി ആർക്കും അല്ലെങ്കിൽ ഒരു ബിസിനസ് വൈസ് ഒന്നും ആർക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ കൊണ്ടുപോകാന്നുള്ളതേ ഉള്ളൂ. അതാണ് പ്രൊഡ്യൂസേഴ്സ്. അത് വെറുതെ ഒരു ഫേക്ക് ന്യൂസ് ആണ്. എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല പ്രൊഡ്യൂസർ അസോസിയേഷനോ അല്ലെങ്കിൽ ഫിയോക്കോ അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സോ അങ്ങനെ ഒരു സംഘടനകളൊന്നും ഒരിക്കലും എമ്പുരാൻ എന്ന് പറയുന്ന നമുക്ക് വളരെ ആവശ്യമുള്ള നമ്മുടെ മലയാളത്തിനെ വാനോളം ഉയർത്താൻ പോകുന്ന തരത്തിലുള്ള ഒരു സിനിമയാണ്. അപ്പൊ അങ്ങനെ ഒരു സിനിമയ്ക്കൊന്നും ഒരിക്കലും ആ ഒരു ദിവസമൊന്നും ഒരിക്കലും അവര് പണിമുടക്കോ ഒന്നും ചെയ്യില്ല. അത് ഫേക്ക് ന്യൂസ് ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, അതിപ്പോ 27-ാം തീയതി ഒന്നും ഒരിക്കലും വരില്ല. അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയിലുണ്ടല്ലോ. ഞാൻ അമ്മയിലുണ്ട്, എന്റെ ഹസ്ബൻഡ് പ്രൊഡ്യൂസർ അസോസിയേഷനിലുണ്ട്. അപ്പൊ നമ്മളെല്ലാവരുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നവരാണ്. അപ്പൊ നമ്മളല്ലാതെ